രശ്മി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പേര് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കാറുള്ളൊരു ഡിഷാണ് വെജിറ്റബിൾ ദം ബിരിയാണി. അപ്പോൾ വെജിറ്റബിൾ ദം ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം കുക്കറിലൊക്കെ സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നോൺ വെജ് മാറി നിൽക്കുന്നതാണ് പിള്ളേര് സാധാരണ ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ പറയാറ്. അപ്പോൾ അതിന്റെ റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സാധാരണ ഓർമ്മിപ്പിക്കാറുള്ള കാര്യം തന്നെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, വെജിറ്റബിൾ ദം ബിരിയാണി ഉണ്ടാക്കാൻ ഞാനിവിടെ എത്തിയിരിക്കുന്നത് കൈമാരിയാണ്. അത് 1/2 കിലോ. ഇത് 2 ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി ഞാൻ വാല വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്ക് എടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് എടുക്കും. ആ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് 2 മീഡിയം പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് കേട്ടോ, കണ്ടോ, ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു 2 ചെറിയ ക്യാരറ്റ് ഇതേപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 5-8 ബീൻസ് ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് കോളിഫ്ലവർ ഇതേപോലെ ഇങ്ങനെ പീസാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 വലിയ ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 2 വലിയ സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞിടാം. 1/2 കപ്പ് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അപ്പൊ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിന് കാഷ്യൂ നട്ട്സും തന്നെ കിസ്മിസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഞാനിവിടെ കണ്ട കുറച്ച് ഇലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പുതിനയാണ്, ഫ്രഷ് ആയിട്ടുള്ള പുതിന. അതുപോലെ ഇത് മല്ലിയില, ഇത് നമ്മുടെ സർവ്വ സുഗന്ധീര ഇലയാണ്. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയിലൊക്കെ ഇടണ ഇലയുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഗാർഡനിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ ഞാൻ അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ, ഇപ്പൊ വലിയ ചെറുനാരങ്ങയായ കാരണം ഞാനൊരു 1/4 ഭാഗം മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാൻ വേണം. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി വേണം. ഗരം മസാലപ്പൊടിയാണ് ഇത്. പിന്നെ നമ്മൾ കുറച്ച് മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇടണ സമയത്ത് എത്രത്തോളം ഇടണം എന്ന് നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടായിരിക്കും. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് കിസ്മിസും നട്ട്സും ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കാഷ്യൂ നട്ട് ഫ്രൈ ആയിട്ട് അപ്പോൾ അത് നമുക്ക് കോരി മാറ്റി വെക്കാം. മിസും കൂടി ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സവാള വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ നമ്മൾ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ള വറവ് തന്നെ ഇരുന്ന് ആ ചൂടിലിരുന്ന് ആയിക്കോളും. ബാക്കിയുള്ള സവാള കൂടി ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ സവാള നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വറുത്ത് നമ്മൾ ഒരു കുക്കറാണ് എടുത്തിരിക്കണേ. അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ നമുക്ക് ഒഴിക്കണം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഞാൻ കഴുകിത്തരാം. അപ്പം എണ്ണ ഓൾറെഡി ചൂടാണ്. നമ്മൾ അതിലേക്ക് സവാള നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ആഡ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് നമ്മൾ ഒരു 3-4-5-6 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊരു പകുതി വഴന്നാൽ മതി കേട്ടോ, സവാളയും പച്ചമുളകും കൂടിയിട്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതിന്റെ പച്ചമണം പോകണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ നോൺ വെജിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതലിടാം. ഈ വെജിറ്റബിൾസ് ഉണ്ടാക്കുമ്പോൾ അതിന് കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഒരു കുത്ത് നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, ആ 2 ടൊമാറ്റോ ഉണ്ട്, അത് ആഡ് ചെയ്യാം. ഈ ടൊമാറ്റോ ഒന്ന് പകുതി കുക്കാണ് വരെ ജസ്റ്റ് ഒന്ന് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ പകുതി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇപ്പോൾ നമുക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി ഇടുമ്പോഴും ഈ നോണിനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞ പോലെ നോൺ വെജിനാണെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം, വെജിറ്റബിൾസ് ആവുമ്പോൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാവൂ. ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ചിലർ ഗ്രീൻ പീസ് ഇടും. അപ്പം അത് നമ്മുടെ പച്ച ഗ്രീൻ പീസ് ഇല്ലേ, ഉണക്കല്ല, പച്ച ഗ്രീൻ പീസ് ആണ് നല്ലത്. അപ്പം ഇവിടെ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ പീസ് ഇടാണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒറ്റ പീസിൽ കൊടുത്താൽ മതി, വെന്ത് കിട്ടിയോളൂ. സവാള വറുത്ത് വെച്ചിട്ടുള്ള എണ്ണ ബാക്കിയുണ്ട്, എണ്ണയും നെയ്യും കൂടിയിട്ടാണ് നമ്മൾ സവാള വറുത്തെടുത്തത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ അരി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന നിലയ്ക്കാണ് ഞാൻ കൈമാരി എടുക്കുമ്പോൾ സാധാരണ ചെയ്യാറ്. അതൊരുവിധം നമുക്ക് കറക്റ്റായിട്ട് കുക്കായിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് അരി വറുത്തെടുക്കുന്നതിന് മുമ്പ് ഒരു 4-5 ഏലക്കായ, അതുപോലെ ഒരു 4-5 കരിയാമ്പു, ജാതിപത്രി ഒരു 2 എണ്ണം. ഇതൊക്കെ ചതച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ, എണ്ണയിലിടുന്ന കാരണം അങ്ങനെ കുഴപ്പമില്ല. അതുപോലെ തന്നെ 2-3 കഷ്ണം കറുവാപ്പട്ട ഒന്ന് പൊട്ടിച്ചിട്ടു. ഈ മസാല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ അരി നമ്മൾ കഴുകി വാല വെച്ചതില്ലേ, അത് നമുക്ക് ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പം ആ ഒന്ന് ജസ്റ്റ് ഒന്ന് അരി പൊട്ടി വരുന്ന ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഒന്ന് നമുക്ക് നിർത്താം, ഓഫ് ചെയ്യാം. അപ്പം അരി ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതി. കൈമാരി ആയതുകൊണ്ട് നിങ്ങൾ ബസുമതി അരി ആണെങ്കിൽ
ഒരു കുറച്ച് നേരം കൂടി നമുക്ക് ഫ്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്മതി അരിയാണ് സൂക്ഷിക്കേണ്ടത്. ഈ നടു പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായി വറുത്താലും കുഴപ്പമില്ല. ഇത് പിന്നെ ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ്. അപ്പം ഞാൻ ഈ അരി ഫ്രൈ ആക്കിയത് വേവിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾ ഈ പാത്രത്തിൽ വഴറ്റിയെടുത്താലും കുഴപ്പമില്ല. ഞാൻ അതിൽ എണ്ണ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ വഴറ്റിയെന്ന് മാത്രം. നമ്മൾ വെച്ചേക്കണ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ അരിയിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. അരിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. അപ്പം ഞാൻ ഉപ്പിൻ്റെ കാര്യം എല്ലാ ബിരിയാണി ഉണ്ടാക്കുമ്പം പറയാറുണ്ട്. വെള്ളത്തിൽ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ച് പൊന്തി നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് പാകം ഉപ്പായിരിക്കും ബിരിയാണി ഉണ്ടാക്കി വരുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ 2 ഇല നേരത്തെ പറഞ്ഞില്ലേ, സർവ്വസുഗന്ധീര ഇല എൻ്റെ കയ്യിലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അതൊന്ന് പൊട്ടിച്ചിടാൻ നല്ല സ്മെല്ലല്ലേ. പകുതി ഞാൻ ഇതിലുണ്ട്. ബാക്കിയുള്ള നമുക്ക് ദമ്മിടുമ്പോൾ ഇടാം. അത് നമുക്ക് എടുത്ത് മാറ്റാൻ വേണമെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടി ഇതിലേക്ക് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വേവണ വരെ നമുക്ക് മൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വെന്തോന്ന് നോക്കാം. അരി ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുനാരങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള വേവ് ആ ചൂടിലിരുന്നായിക്കോളും. ഒരു വിസിലടിച്ച് തുറന്നപ്പോൾ പച്ചക്കറിക്ക് ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലാണ് നല്ലൊരു ഗ്രേവി ഇതായിട്ട് കിട്ടുക, ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടുക. അപ്പം ഞാൻ ഒന്ന് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഒരുവിധം ആ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാത്രത്തിൽ ദമ്മിടാൻ പോകണം, ലെയറായിട്ട് ഇടാൻ പോകണില്ല. നമ്മൾ മറ്റേ ചിക്കൻ ബിരിയാണിക്കൊക്കെ ചെയ്യണ പോലെ തന്നെ ഇതിൻ്റെ മുകളിലെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റൈസെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഞാൻ ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഞാനൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾ വേണമെങ്കിൽ അവിടെ ഇവിടെയും ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. മഞ്ഞൾ കുറച്ച്, നമ്മുടെ കുറച്ച് മല്ലിയില ബാക്കിയുള്ളത് അത്, അതുപോലെ തന്നെ ഇവിടെ പുതിന, പിന്നെ നമ്മൾ നേരത്തെ ഒരു ഇല വെച്ചില്ലേ, ആ ഇലയും കൂടി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അത് ഇതിൽ നമുക്ക് പകുതി ഈ സവാളയും ഇതും കൂടി ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, എന്തായാലും എല്ലാം നല്ല ചൂടിലാണ് ഇരിക്കുന്നത്, എന്നാലും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയി. ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കിടു വെജിറ്റബിൾ ദം ബിരിയാണി റെഡി ആയിട്ട് കഴിഞ്ഞു. എന്താ സ്മെല്ലെന്ന് അറിയോ?
വെജിറ്റബിൾ ബിരിയാണിക്ക് സാലഡ് ഒന്നും വേണ്ട, ഇത് തനിയെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പിക്കിളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പൊ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഞാൻ വേർത്ത് കുളിച്ചുവിട്ടാ, ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഇതൊന്ന് കഴിക്കാനുള്ള ശ്രമം ഫാനിന്റെ അടിയിൽ നിന്നിട്ട് ഞാൻ ചെയ്തോട്ടെ. അപ്പൊ അടുത്ത തവണ ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.